ദേ, കൊച്ചാപ്പൂവിന്റെ ശരീരം ഇപ്പോഴും നല്ല ഉഷാറാ. നെഞ്ചത്തൊരു തുള വീണിട്ടുണ്ടെന്നേ ഉള്ളൂ. അയ്യോ, കുത്തുകൊണ്ടന്നെ തുളയാ. അതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല. തുള അവന്റെ നെഞ്ചത്തല്ലേ. ഒരുത്തൻ വാതരോഗി, ഒരുത്തൻ നെഞ്ചിൽ തുള. നിങ്ങൾ ഈ കൊള്ളാവുന്ന ശരീരം വല്ലതും തരുന്നുണ്ടോ? എടാ, നീ എന്റെ കാലിനാവല്ലോ ഇപ്പൊ. എന്റെ പൊന്നു പപ്പ, നീ ഞാൻ പറയുന്നൊന്ന് ചെയ്യേ. ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്റെ ശേഷിച്ച ദിവസങ്ങള് നീ കൊച്ചാപ്പൂന്റെ ശരീരത്തിൽ ഞാൻ കരിയ. ദേവി ഇത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എറണാകുളം, എറണാകുളം. പിന്നെ മിസസ് ആൻഡ് മിസ്റ്റർ ജോർജ്, ജോർജ് ബ്രദേഴ്സ്, എറണാകുളം. മിസസ് ആൻഡ് മിസ്റ്റർ ഹംസ, സിൽക്കോൺ, സൂപ്പർ ബസാർ. മധുരേ, അത് പറ്റിയല്ല. ഇന്ന് തീരാനുള്ള കാര്യം ഇന്ന് തന്നെ തീരണം. ആരാ അത്? ഞാനാ. ആരാന്ന്? ഞാനാ, പപ്പനാ. പപ്പനാ? ചന്ദ്രകളെ ഞാൻ മുളകാത്തുവോ? ആരാ നീ? പപ്പൻ. പപ്പൻ? ഏത് പപ്പൻ? ചന്ദ്രകളെ പപ്പൻ. ഏത് പപ്പൻ? ഞാൻ പപ്പൻ. നിന്റെ അപ്പനാ പപ്പൻ? കിടക്കാറോട്ട് എങ്ങോട്ട് കള്ളൻ പപ്പനാ പോലും. ഹലോ, പോലീസ് സ്റ്റേഷൻ. അങ്കിളെ, അങ്കിളെ, ഞാനാണ്, പപ്പനാണ്. അതെ, ഞാൻ തന്നെ. ശരീര ചന്ദ്രശേഖരമേനോ? ശരീര പറയണം. പ്ലീസ്, ഞാനൊന്ന് പറയുന്നത് കേൾക്കല്ലോ. തെണ്ടി വന്നിരിക്കുന്ന പപ്പനാണ് പോലും. അങ്കിൾ പ്ലീസ്. പോയല്ലേ പറഞ്ഞേ? സെരീന, 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 കഥ തുറക്കൂ സെരീന. സെരീന, ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഇത് പിന്നെ സിംഗപ്പൂർ ആൻഡപ്പൻ. എന്റെ വീട്ടിൽ നിന്ന് പണം മോഷിച്ച കള്ളനുണ്ടല്ലോ, കൊച്ചാപ്പ, അവൻ ഇവിടെ ഉണ്ട്. ഉടനെ ഇവിടെ വന്നാൽ അവൻ പിടിക്കാം. കൊച്ചാപ്പനെ കണ്ടോ? അവൻ ഈ വഴി ഓടി പോയിട്ടുണ്ട്. ഈ വഴിക്കാ ഓടിന്നുള്ളതിന് എന്താ ഉറപ്പ്? ഞങ്ങൾ കണ്ടതാ പോണത്. പിന്നെ വായി നോക്കി നിൽക്കണ പോയി പിടിക്കേ. അപ്പൊ ആ വഴിക്കാണ് ഓടിയത്. എന്റെ പൊന്നു കാല, എനിക്ക് ഈ ശരീരം വേണ്ട. നിനക്ക് തോന്നുമ്പോ മാറാനും തോന്നുമ്പോ കയറാനും ഞാൻ ദിവസം ശരീരത്തിനോടെ പോവും.
ഇനിയിപ്പോ ഇതിനകത്ത് തന്നെ കഴിഞ്ഞാ മതി. ദേ ഈ ശരീരം കിട്ടിയിട്ട് ഇതുവരെ ഓട്ടമായിരുന്നു. നേരം വിളിക്കാറായി. ഒന്ന് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. പേടിക്കാനൊന്നുമില്ല. ആരെല്ലാം നിന്നെ എന്തെല്ലാം ചെയ്താലും നിന്റെ ദിവസങ്ങൾ തീരാതെ നീ മരിക്കില്ല. വേണ്ട വേണ്ട, ഇനിയുള്ള ദിവസങ്ങളിൽ തങ്ങിയിട്ട് ഓടാനും അടികൊള്ളാനും എന്നെ കൊണ്ടാവില്ല. ഇതിലും ഭേദം പഴയ വാതരോഗി തന്നെ. ഒന്നുമില്ലെങ്കിലും സുഖമായിട്ട് കിടക്കാമല്ലോ. ഇവൻ കള്ളൻ, ചേറ്റ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവൻ, കായിക്കര കൊച്ചാപ്പ്, പാവങ്ങളുടെ കാണപ്പെട്ട ദൈവം. കണ്ടോ, ഇനിയുള്ള ആയുസ് പോയാലും വേണ്ടില്ല, എനിക്കിനി ഇവരെ കൊണ്ടു നടക്കാൻ പറ്റില്ല. സത്യം, ഞാൻ ഇനി ശല്യപ്പെടുത്തുകയില്ല. എന്നെ എങ്ങനെയെങ്കിലും ഇവന്റെ ഈ ശരീരത്തിൽ നിന്ന് രക്ഷിക്കണം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. അയ്യോ, അതാ കൊണ്ടുപോകുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല. 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 രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ഇങ്ങനെ നോക്കി നിന്നില്ലെങ്കിൽ അതും പോയ പിന്നെ രാമപാഹി മാം. പുലിവാല പിടിച്ച പോലെ ആകുമോ? പറയുന്ന കേട്ടില്ലേ, എന്തെങ്കിലും ചെയ്യാല. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ 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 ഗോവിന്ദ. പതുക്കെ എന്തോന്ന് പതുക്കെ അതൊക്കെ തുടങ്ങണ്ട. നീ ചോനെ സൂക്ഷിക്കാൻ എന്തോ സൂക്ഷിക്കാൻ ഇനി സൂക്ഷിക്കുന്ന പരിപാടിയാണ്. ഇങ്ങോട്ട് വലിച്ചാൽ പിന്നെ ചത്തോ തലമുട്ടെ കുഴപ്പം ജീവനുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വരിക കണ്ണാടി വാല Bloody fools, idiots. കൊച്ചാപ്പനെ നിങ്ങൾ ഞങ്ങൾ കൊന്നതല്ല സാർ. അടിച്ചപ്പോ തല്ലല്ലേ സാർ. സത്യമായിട്ടും കൊച്ചാപ്പനെ കൊന്നത് ഞങ്ങളല്ല. ഞാൻ വെറുതെ ഒന്ന് കയ്യൊന്നേ ഉള്ളൂ. കൊച്ചാപ്പ് ചത്തു വീണു. ഓഹോ,
അപ്പൊ നീ കൈ ഓങ്ങിയാൽ ഉടനെ ആരും മരിക്കും അല്ലേ? എങ്കിൽ നീ ഇവന്റെ നേരെ കൈ ഓങ്ങിക്കേ. ഇവൻ മരിക്കുമോ നോക്കട്ടെ. എന്താണ് മരിക്കാത്ത? എന്താണ് നീ മരിക്കാത്ത? ചാവാനുള്ള സമയമല്ലായിരിക്കും. പുലി പറഞ്ഞിട്ട് സാർ ഞങ്ങളൊക്കെ ചെയ്തത്. പുലിയോ? അതാരാ? ഞങ്ങളുടെ നിയമമാണ് സാർ. ഹലോ, അതെ ഉണ്ടല്ലോ സാർ. ആരാ? വീട്ടിൽ നിന്നാ. കൊണ്ടുപോകാത്ത? എന്താ ശാന്തി? എന്താ ദാസേട്ടാ ഇത്? മണി എത്രയെന്നറിയോ? ദാസേട്ടൻ വന്നിട്ട് ഉണ്ണാൻ വേണ്ടി എല്ലാരും ഇവിടെ കാത്തിരിക്കുക. എനിക്ക് ഓർക്കാപ്പുറത്തൊരു കേസ് വന്ന് കിട്ടും. രാവിലെ മുതല് അതിന്റെ പിന്നാലുള്ള ഓട്ടമായിരുന്നു. സ്വന്തം പിറന്നാളിനെങ്കിലും ഈ ലോകകപ്പും കേസും ഒക്കെ വിട്ട് ഒന്ന് വീട്ടിലിരുന്നൂടെ? അതിന് സമയം കിട്ടണ്ടെന്ന്. അതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരെല്ലാം വിളിക്കുകയും ചെയ്തു. നിങ്ങൾ ഊണ് കഴിച്ചോളൂ. ഞങ്ങൾ ഊണ് കഴിക്കുന്നതല്ലല്ലോ വലിയ കാര്യം. ആ, മോളെവിടെ? ഡാഡിയുടെ അല്ലേ മോള്. ഡാഡിക്ക് പ്രസന്റേഷൻ വാങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാനിപ്പോ കുട്ടന്റെ കൂടെ വിട്ടിരിക്കുക. ആ, മോളല്ലേ? ഡാഡിയാണ്. ഡാഡി വരാൻ വൈകിയതിന് മോള് ഡാഡിയോട് പണക്കാണോ? എന്താണ് മിണ്ടാത്ത? ഡാഡിക്ക് ഇവിടെ ഒരുപാട് ജോലിയില്ലേ? ഡാഡി അതൊക്കെ തീർത്തിട്ട് വരാം. മോള് ഊണ് കഴിച്ച് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങ്. ചക്കരക്കുട്ടനല്ലേ? ഡാഡിക്ക് ഒരു ഉമ്മതാ. ഡാഡിക്ക് ബർത്ത്ഡേ പ്രസന്റ്. 16, 18, 34. 2 ശനി. മനസ്സിലായില്ലേ? സെക്കൻഡ് സാറ്റർഡേ. ശനിയും ആ ഈ ശനി അങ്ങോട്ട് ഞായറാഴ്ച നടക്കും. 53, 19, 72 നടപ്പ്. നടപ്പൊന്നുമല്ല, കിടപ്പാ. കാലം കുറെ കിടക്കാൻ തുടങ്ങിയിട്ട്. അഷ്ടമത്തി ചൊവ്വയാണ്. ഇപ്പൊ ശനി പോയി ഞായർ പോയി ഇപ്പൊ ചൊവ്വയായോ? എന്റെ ഈശ്വര. മരണകാരകനായ ഗുളികന്റെ നോട്ടവും ഉണ്ട്. അപ്പൊ ഈ നോട്ടം മാത്രമേ ഉള്ളൂ. അവൻ 7 നിന്ന് ഏങ്കോണിച്ച് നോക്കുന്നുണ്ട്. അതുകൊണ്ട് മരണം സുനിശ്ചിതം. അതെപ്പോഴാ നടക്കണേന്നൊന്ന് പറയന്റെ പൊന്നു ജോത്സ്യരെ. നോക്കാം. പറഞ്ഞ വിഷമം തോന്നരുത്. ജോത്സ്യര് പറഞ്ഞേ. ഈ ജാതകക്കാരൻ മരിച്ചു കഴിഞ്ഞു. ഈ ജാതകം തെറ്റാണ്. ജാതകം തെറ്റൊന്നുമില്ല. അപ്പൊ പിന്നെ ആളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് എങ്ങനെയാ എന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഈ ജാതക പ്രകാരമുള്ള വ്യക്തി മരിച്ചു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാവുന്ന. നീ ഒന്ന് ചുമ്മാ ഇരടി. രണ്ടിലൊന്നും അറിയാം എങ്ങനെയാ പോവാ. തിരക്കുള്ളവർക്കൊക്കെ വേണമെങ്കിൽ പോകാം. ഇല്ല, ഇവിടെ ആർക്കും തിരക്കൊന്നുമില്ല. അല്ല, ജോലിസിൽ പോവാണ്. അതെ, അങ്ങനെ പോയാലൊക്കോ? രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോവോ? ഞാൻ ചെയ്യാനാ? ഞാൻ കാര്യമുണ്ടോ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിന് വരെ ആളെ നോക്കണം. അവിടെ ഞാൻ ഇല്ല. അല്ലെങ്കിൽ ഒന്ന് ചുമ്മാരി. അങ്ങനെ പണിക്ക് പോട്ടെ. എടാ മച്ചാ, ഇങ്ങനെ എന്താന്ന് വെച്ചാ പോട്ടെ. ഇന്നാ ചോദിച്ചേ ചെന്നാ. അവിടെ ശരി ചെല്ല്. അങ്ങനെ 5 രൂപ അതും പോയി. മോനെ ചേട്ടാ, അത് ഞാൻ നേരെ അത് താഴെ പൊട്ടു. അത് വേണ്ടാട്ടാ. എന്നാ ഓണത്തിന്റെ ഒരു പൂട്ട് വെച്ചോടോ. കക്ക നടക്കേ വള്ളന്മാര്. എന്തിനാ പേടിക്കുന്നത്? വരൂ. എന്തിനാ അവിടെ നിന്ന് എല്ലാവരും സൂക്ഷിച്ചു നോക്കിയത്? ഞാൻ മരിച്ചോന്നറിയാനാ. അപ്പൂപ്പം പെട്ടെന്ന് മരിക്കുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അമ്മ പറഞ്ഞു. അയ്യോ, അവള് കള്ളം പറയാ. അമ്മ അങ്ങനെയൊന്നും പറഞ്ഞില്ല. എന്നാ അച്ഛൻ പറഞ്ഞു കാണും. അച്ഛൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. മോള് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 7ാം ക്ലാസ്സിൽ. എമ്മക്കാരിയുടെ സാമർഥ്യമുണ്ട്. കള്ളം പറയുന്നത് അപ്പൂപ്പന് ഇഷ്ടമല്ല. അപ്പൂപ്പൻ മരിക്കുമെന്ന് പറഞ്ഞത് കള്ളമാണോ? എല്ലാവരും മരിക്കും, ആരും മരിക്കാതിരിക്കില്ല. പക്ഷേ
അത് ഒരിക്കലേ ഉണ്ടാവുന്ന വെപ്പ്.